നമ്മുടെ കാട്ടിലെ ഒരു ദിവസം. ഡാ ഓസോ, എടാ നിനക്ക് ഈ കാട്ടിലെ നദിയിലേക്കുള്ള എളുപ്പവഴി അറിയാമോ? പിന്നെ മര്യാദക്കുള്ള വഴിയേ എനിക്കറിയില്ല, എന്നിട്ടാണ് ഇപ്പൊ ഷോർട്ട് കട്ട്. നിക്കോവിന് അറിയാമെന്ന് തോന്നുന്നു. കുരുട്ട ബുദ്ധിയുള്ള ആളല്ലേ, അപ്പോ ഷോർട്ട് കട്ട് അറിയാതിരിക്കില്ല. അവൻ എവിടെയാണോ എന്തോ. ഓ വന്നല്ലോ, 100 ആയുസാ നിനക്ക്. ഇപ്പൊ നിന്നെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഈ കാട്ടിലെ നദിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എളുപ്പ വഴിയുണ്ട്. പക്ഷേ അത് അങ്ങനെ അധികം ആർക്കും അറിയില്ല. ആണോ നിക്കോ? അതെ, പക്ഷേ അതെനിക്കറിയാം. എങ്കിൽ ഞങ്ങൾക്കും കൂടി പറഞ്ഞതായോ? ഞാനത് അങ്ങനെ ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല. ഇതിപ്പോ നിങ്ങളല്ലേ, നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ കാടിന്റെ കിഴക്കേ അറ്റത്ത് ഒരു ചതുപ്പ് നിലമില്ലേ, ആദ്യം അങ്ങോട്ട് പോകണം. എന്നിട്ട് അതിന്റെ വലത് വശത്ത് ഒരു കുഞ്ഞി പാലമുണ്ട്, അത് കടക്കണം. അത് കടന്നാൽ പെട്ടെന്ന് നദിയിലേക്ക് എത്താം. എടാ നിക്കോ പറഞ്ഞത് കേട്ടില്ലേ? നമുക്ക് ആ വഴി പോയി നോക്കിയാലോ? ശരി, എങ്കിൽ നമുക്ക് പോകാം. അങ്ങനെ ഭീമോയും ഓസോയും കാടിന്റെ കിഴക്കേ അറ്റത്തേക്ക് പോകുന്നു. എടാ ഭീമോ, ഇങ്ങോട്ട് വാ. സോറി മിസ്റ്റർ ഭീമോ, ഇങ്ങോട്ട് വായോ. ആ, അത് നല്ലത്. അങ്ങനെ മുന്നോട്ട് നടന്നു കൊണ്ടിരിക്കെ അവർ ഒരു ചതുപ്പു നിലം കാണുന്നു. അവർ ആ ചതുപ്പു നിലത്തിന്റെ അടുത്തു പോകുന്നു. അയ്യോ, രക്ഷിക്കണേ! അയ്യോ ഓസോ, ആരെങ്കിലും വരണേ! എടാ വല്ല കയറും കൊണ്ടുവാ. ഇത് കാണുമ്പോൾ രോമാഞ്ചം. കഴിഞ്ഞ ആഴ്ച ഈ മിസ്റ്റർ ഭീമോവിനോട് ഒരു പഴം ചോദിച്ചതാ. അപ്പോ ഓസോവിന്റെ ഓരോ കുരുത്തിരിപ്പുകൾ കുറച്ചു നേരം ചതുപ്പ് നിലത്തിൽ കിടന്നപ്പോ അവന് ബുദ്ധി വെച്ച് കാണും. ഇത് പിടിക്കടാ. എന്റെ അമ്മോ, അങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. എടാ നിക്കോ, നീ പറഞ്ഞത് കേട്ട് നദിയിലേക്കുള്ള വഴി കണ്ടുപിടിക്കാൻ പോയതാ. ഇപ്പൊ സ്വർഗം കണ്ടേനെ. പലപ്പോഴും എളുപ്പ വഴികൾ കഷ്ടമാണ് ഓശോ.